ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പ് വരച്ചിട്ട് ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് റീജിയൻസ്, അതായത് ഇന്ത്യ എന്ന് പറയുമ്പം വളരെ വൈവിധ്യമാർന്ന ഒരു ലാൻഡ് ഏരിയയാണ്. ആ ഫിസിയോഗ്രഫിക് റീജിയൻസിന്റെ ഈ ഔട്ട്ലൈൻ മാപ്പിൽ ഞാൻ വരച്ച് രേഖപ്പെടുത്തുകയാണ്. ഇതാണ് ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പ്. ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പ് വരച്ചിട്ട് ഇനി ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ്. അതിൽ ഒന്നാമത്തെ ഡിവിഷനാണ് ഹിമാലയൻ മൗണ്ടെയ്ൻസ്. ആ ഹിമാലയൻ മൗണ്ടെയ്ൻസ് വ്യാപിച്ചിടങ്ങുന്ന ഇന്ത്യയുടെ നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലാണ്. അപ്പൊ ഇവിടെയാണ് ഇത് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയയുടെ ടോട്ടൽ ലാൻഡ് ഏരിയയുടെ 16% ഏരിയയാണ് ഈ ഹിമാലയൻ മൗണ്ടെയ്ൻസ് വ്യാപിച്ചു കിടക്കുന്നത്. ഹിമാലയൻ മൗണ്ടെയ്ൻസ് ലൊക്കേറ്റ്സ് നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. സെക്കൻഡ് ഫിസിയോഗ്രഫിക് ഡിവിഷനാണ് നോർത്തേൺ പ്ലെയിൻസ്. ഇത്ര ഏരിയയാണ് നോർത്തേൺ പ്ലെയിൻസ്. പിന്നെ ആസാമിലും വരും, ആസാമിലും വ്യാപിച്ചു കിടക്കുകയാണ് നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുമ്പോൾ. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ആണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. സെക്കൻഡ് ഫിസിയോഗ്രഫിക് ഡിവിഷൻസ്. തേർഡ് ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആണ് പെനിൻസുലാർ പ്ലേറ്റോ. പെനിൻസുലാർ പ്ലേറ്റോ ഇതാണ് പെനിൻസുലാർ പ്ലേറ്റോ എന്ന് പറയുമ്പോൾ ഇത്ര ഏരിയയാണ് പെനിൻസുലാർ പ്ലേറ്റോയുടെ പ്രദേശം. പെനിൻസുലാർ പ്ലേറ്റോ റീജിയൻ ആണ്. തേർഡ് ഫിസിയോഗ്രഫിക് ഡിവിഷനാണ് പെനിൻസുലാർ പ്ലേറ്റോ. പെനിൻസുലാർ പ്ലേറ്റോ. അടുത്ത ഡിവിഷൻ വരുന്നത് കോസ്റ്റൽ പ്ലെയിൻസ് ആണ്. കോസ്റ്റൽ പ്ലെയിൻസ് ഈ പ്രദേശമാണ്. ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും ആണ്. വെസ്റ്റേൺ കോസ്റ്റ് ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്. അപ്പൊ ഈ ഇത്രയും പ്രദേശമാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്. കോസ്റ്റൽ പ്ലെയിൻസ്. അടുത്ത നാലാമത്തെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആണ് ഈ പ്രദേശം വന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയയുടെ 4% ഏരിയയാണ് ഇന്ത്യൻ ഡിസേർട്ട് അല്ലെങ്കിൽ താർ ഡിസേർട്ട് വന്നിരിക്കുന്നത്. ഇത്രയും പ്രദേശമാണ് താർ ഡിസേർട്ട് വന്നിരിക്കുന്നത്. അടുത്ത ലാസ്റ്റ് ഡിവിഷനാണ് ഐലൻഡ്സ്. ആൻഡമാൻ നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സും പിന്നെ കേരളത്തിന്റെ വെസ്റ്റേൺ സൈഡിൽ വന്നിരിക്കുന്ന ലക്ഷദ്വീപ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സും. ഐലൻഡ്സ് ആൻഡമാൻ, ഇവിടെ ഈ വെസ്റ്റേൺ റീജിയനിൽ ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സും ഈസ്റ്റേൺ റീജിയനിൽ ബേ ഓഫ് ബംഗാളില് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. അത് ഈ റീജിയനിലാണ് വന്നിരിക്കുന്നത്. അത് ആറാമത്തെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഡിവിഷൻ ആയിട്ടുള്ള ഹിമാലയ മൗണ്ടെയ്ൻസ് കവർ ചെയ്തിരിക്കുന്ന ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയയുടെ 16% ഏരിയയാണ് ഹിമാലയ മൗണ്ടെയ്ൻസ് കവർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത് കവർ ചെയ്തിരിക്കുന്ന നോർത്തേൺ പ്ലെയിൻസ് ആണ്. അത് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയയുടെ 29% ആണ്. മൂന്നാമത് കവർ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആയിട്ടുള്ള പെനിൻസുലാർ പ്ലേറ്റോ ആണ്. ഇന്ത്യയുടെ ഏറ്റവും പഴക്കം ചെന്നൊരു പ്രദേശമാണ്. ഓൾഡസ്റ്റ് ഫിസിയോഗ്രഫിക് ഡിവിഷനുമാണ് തേർഡ് പെനിൻസുലാർ പ്ലേറ്റോ. അത് 37% ഏരിയയാണ് അത് കവർ ചെയ്തിരിക്കുന്നത്. അടുത്ത് ഇന്ത്യയുടെ നാലാമത്തെ ഫിസിയോഗ്രഫിക് ഡിവിഷൻ ആയിട്ടുള്ള ഇന്ത്യയുടെ കോസ്റ്റൽ പ്ലെയിൻസ്, അത് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയയുടെ 13% ആണ് കവർ ചെയ്തിരിക്കുന്നത്. അടുത്ത അഞ്ചാമത്തെ ഫിസിയോഗ്രഫിക് ഡിവിഷൻ ആയിട്ടുള്ള ഡിസേർട്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയയുടെ 4% ആണ്
കവർ ചെയ്തിരിക്കുന്നത്. അടുത്ത ലാസ്റ്റ് ഇന്ത്യയുടെ ആറാമത്തെ ഫിസിയോഗ്രഫി ഡിവിഷൻ ആയിട്ടുള്ള ഐലൻഡ്സ് കവർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയയുടെ 1% ആണ് കവർ ചെയ്തിരിക്കുന്നത്.